ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഞാനിത് ആലപ്പുഴ നിന്ന് അബ്ദുൽ ഖാദർ മുസ്ലിയാര്. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഞാൻ മുമ്പ് സംസാരിച്ചായിരുന്നല്ലോ. എൻ്റെ ഒരു ഞാൻ മുജാഹിദിലേക്ക് വന്ന. ശരി, ഉസ്താദ് പറയും. ഞാൻ ഇപ്പൊ തിരക്കാണ്. അതാ? ഇല്ലില്ല, തിരക്കൊന്നുമില്ല, പനി പിടിച്ച് കിടക്കുക. ആണോ? അത് ശരി. ഞാൻ വിളിച്ചത് നമ്മുടെ ആലപ്പുഴ അൻസാരി സൂരി അടുത്തൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, കാല് മുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. അത് മറ്റേ നൗഷാദിന്റെ ഷെയ്ഖില്ലേ, ഗുരുവട്ടൂർ നൗഷാദിന്റെ ആ ഷെയ്ഖിന്റെ കാല് മുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു കാല് മുത്തുന്നതിനെതിരെ. കൈ മുത്തി, കാറ് മുത്തി, ഇപ്പൊ കാല് മുത്താൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞാ ചെയ്തിരിക്കുന്നു. ആദ്യമൊക്കെ കൈമുത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കൈമുത്തൽ കൊണ്ട് അവസാനിക്കും. കൈമുത്തൽ മതിയാകാത്തതുകൊണ്ട് പിന്നെ കാറിൽ മുത്തി. മഹാനവരുടെ കാറിൽ മുത്തിയിട്ടും മതിവരാത്ത മനുഷ്യർ പിന്നീട് ഇപ്പൊ കാലിൽ മുത്താൻ തുടങ്ങി. മനുഷ്യർ പ്രതലത്തിലൂടെ നടന്നു പോകുന്ന കാല്, ആ കാല് വരെ മുത്താൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. റഹ്മാനായ റബ്ബേ, ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയൊക്കെ ഫിത്രത്തിൽ, നമ്മുടെയൊക്കെ ജന്മസിദ്ധമായി അള്ളാഹു ഹൃദയത്തിലൂട്ടി അചഞ്ചലമായ തൗഹീദിന്റെ ആ മാധുര്യം ഹൃദയത്തിലുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംതിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, ഇതിനെയൊക്കെ ന്യായീകരിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ വെച്ച് അള്ളാഹു കൽബിൽ കത്തിച്ചു വെച്ച ഈമാന്റെ ആ തിരുനാളം വെളിച്ചം ഒന്ന് മങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ കൈതൊട്ട് ചുംബിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, എൻ്റെ സ്വാത്വികരായ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരെയൊക്കെ നമ്മൾ കൈ തൊടാറുണ്ട്, ചുംബിക്കാറുണ്ട്. അപ്പം ഇപ്പൊ അയാൾക്കെതിരെ പലരും രംഗത്ത് വരുന്നുണ്ട്. അയാള് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങളിലൊക്കെ യോജിക്കാൻ പറ്റും. ഇപ്പം പുള്ളി പറയുന്നത് ഈ ഷെയ്ഖിന്റെ കാല് മുത്തിയത് ശരിയായില്ല, അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇയാള് പറയുന്ന ഞാൻ ജിഫിയുടെയും അതേപോലെ ഷെയ്ഖുനാടെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, മുത്താറുണ്ട്. കൈയും കാറും ഒക്കെ മുത്തും, അതൊന്നും അയാൾക്ക് തെറ്റല്ല. പക്ഷേ ഈ ഷെയ്ഖിന്റെ ഒരുവട്ടൂർ ഷെയ്ഖിൻ്റെത് ഇവര് കാല് മുത്തിയത് ശരിയായില്ലെന്ന്. അപ്പം നമ്മുടെ ഒരു നിലപാടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒരു സഹാബിയുമായി ഹസ്തദാനം ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് ആ സഹാബിയുടെ അനുചരന്റെ കൈ പരുക്കനായിട്ട് നബിക്ക് അനുഭവപ്പെടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബിയോട് ചോദിക്കുന്നു, മോനെ നിന്റെ കൈക്ക് എന്ത് പറ്റി? അപ്പോൾ ആ സഹാബിയുടെ മറുപടി, ഞാൻ പണിയെടുത്ത് എന്റെ കൈക്ക് തഴമ്പ് ബാധിച്ചതാ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ആ രണ്ട് കൈയും പിടിച്ച് ചുംബിച്ച് അത് വാനിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് നബി പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് കരങ്ങളാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. അതേപോലെ നബിയുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികളും കൂടി സഹാബികളും കൂടി ഒരു യാത്ര ചെയ്യുമ്പോ ഒരാടിനെ അറുത്ത് അതിന്റെ മാംസം പാകം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സഹാബികൾ എല്ലാവരും ഓരോ ജോലി ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിറക് ശേഖരിച്ചു കൊണ്ടുവരാം. അപ്പൊ സഹാബികൾ പറയുന്നു, വേണ്ട നബി, അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പൊ നബി പറയുന്നു, വേണ്ട, എന്നെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി എന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ പ്രവാചകനാണ്. എന്നാൽ ഇന്നത്തെ ഈ ഷെയ്ഖുനാമാരുടെയൊക്കെ അവസ്ഥ അങ്ങനാണ്. ഷെയ്ഖുനാമാര് ഒരു സ്റ്റേജിലേക്ക് വരുമ്പം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യുക, തക്ബീർ ചൊല്ലി വരവേൽക്കുക. ഈ അടുത്ത് ജിഫ്രി പറയുന്ന കേട്ട്, തക്ബീർ ഞാൻ വരുമ്പോഴാ ചെല്ലണ്ട, ചെല്ലിയാൽ അത് മറ്റുള്ളവർക്ക് വിഷമം തോന്നുമ്പോൾ. തക്ബീർ ചെല്ലാൻ അത് സുന്നത്താണോ അല്ലെന്നുള്ളതല്ല വിഷയം. ഇവന്മാര് സ്റ്റേജിലേക്ക് വരുമ്പം ഈ തക്ബീർ ചൊല്ലി ആനയിക്കുക, അവരുടെ കൈ മുത്തുക, കാറ് മുത്തുക എന്ന് വേണ്ട എല്ലാം. അവരുടെ ആടിനെ, ഏതോ ഒരു ഷെയ്ഖുനാടെ കാറിൽ കയറിയ ആട്
ആ ആടെന്തോ ഭാഗ്യം ചെയ്ത ആടാണെന്നോ ഒക്കെ ഒരിക്കൽ പറയുന്ന കേട്ട്. അതേപോലെ ഈ പേരോടുകാരൻ പറയുന്ന കേട്ട് ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗം കേട്ട് ഒരു പണ്ഡിതന്റെ നാക്ക് ആ നാക്ക് മുത്തുന്നത് പുണ്യമാണ്. അപ്പൊ ഇതൊക്കെ പറയുന്ന ഇവർക്ക് ആ കുരുവട്ടൂർ ശേഖരന്റെ കാലായി എവിടെയെങ്കിലും ഒരു മുത്തട്ടെ. അതിന് ഈ അൻസാരി സൂരിയൊക്കെ അതിനെതിരെ രംഗത്ത് വരിക. നമുക്ക് പറയാനുള്ളതേ ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. ബർക്കത്തെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതേപോലെ പിന്നാലെ നടന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക അവരുടെ എല്ലാം. അപ്പൊ ഞാനിതൊന്ന് മൻസൂറിന്റെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഈ ഒരു വീഡിയോ ആരെങ്കിലും അയച്ചു തരും. അല്ലെ നോക്കാം. ഇതില് ഉള്ള ഒരു കാര്യം എന്താ അറിയാം മൗലവി, അൻസാരി സുഹരി ആലപ്പുഴ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയല് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഹാബി ആക്കി ഇപ്പം. അതെ, ആ രൂപത്തില് അദ്ദേഹം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വീണ്ടും വീണ്ടും പറയേണ്ട ഒരവസ്ഥ വരും. അപ്പൊ നമ്മള് ഇതിനിടക്ക് കയറിയിട്ട് ഇനി ഒന്നും പറയണ്ട എന്ന് കരുതിയാണ് ചില കാര്യങ്ങളൊന്നും ഇടയ്ക്ക് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് പറയാറുണ്ട്. ഇവിടെയുള്ള മണ്ണാർക്കാടുള്ള ആറ്റക്കോയ തങ്ങളെ അയാള് ഒന്ന് അപ്പൊ അതെടുത്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് ആറ്റക്കോയുടെ പണം ഇടുന്ന ഒരു കുഴിയെ കുറിച്ച് പണമരത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഞാനൊന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി, പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ളവര് ചെയ്യുന്നത് പറയുന്നില്ല എന്ന് പറഞ്ഞ അങ്ങനത്തെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത്. ഇപ്പോ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു, കുറെ മുസ്ലിയാക്കന്മാർ അദ്ദേഹത്തെ ട്രോൾ ചെയ്യാ, ഒരു ഈ കടം വീടാൻ ഉള്ള അപ്പൊ അത് അതെ, അത് മിണ്ടാതിരുന്നത് അത് ഇവരുടെ ചൂഷണങ്ങള് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ്, ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രിറ്റി പദവി ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ഇത് പറയേണ്ട അവസ്ഥ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇപ്പൊ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു ഇടയിൽ നമ്മൾ ഇനി അദ്ദേഹത്തിന് മടുപ്പുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. സമൂഹത്തിൽ പലർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, അറിയാത്ത സാധാരണക്കാരുണ്ട്. അവര് കൈമുത്തുന്ന ഉസ്താദന്മാർ ഇങ്ങോട്ട് വരുമ്പോ തക്ബീർ ചൊല്ലുന്നു, അത് കാണുമ്പോ എല്ലാവരും അതിൽ ആകർഷിതരായി മറ്റുള്ളവരും ചെയ്യുക. ഈ ബർക്കത്തെടുക്കലും പറഞ്ഞാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം അവസാനം എന്ത് ചെയ്യും, വ്യക്തിപൂജയിലേക്ക് എത്തുക. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ വിഷയം നൗഷാദിന് പറയുന്നതിനെല്ലാം തെളിവുണ്ട്. ഓരോ കിതാബിന്നും എടുത്താണ് എന്ത് ചെയ്യുന്നത്, വള കിതാബാണെന്നേ ഉള്ളൂ, ആ കിതാബിൽ എടുത്താണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതെ, സമസ്തയിലെ പണ്ഡിതന്മാര് അത് അംഗീകരിക്കും. ഇപ്പൊ ഈ നമ്മുടെ മദനി ഇല്ലേ, മദനിയും നൗഷാദും കൂടി നൗഷാദും കൂടി ഇബ്ലീസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, ഒരു രണ്ടുപേരും തമ്മിൽ രണ്ടഭിപ്രായം. ഇബ്ലീസിന് ഹിദായത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നൗഷാദ്, മറ്റേയാൾ പറയുന്നത് പറ്റത്തില്ലെന്ന്. അപ്പൊ നൗഷാദ് സ്ഥാപിക്കുന്നത് പഴയ മൊഹീദ്ദീൻ മാലൻ ഡിഫായി മാലയൊക്കെ എടുത്ത് അതിലുള്ള സംഭവമാണ് നൗഷാദ് പറയും. അത് കേൾക്കുമ്പോ ഇവന്മാർക്ക് മറുപടിയില്ല, കിട്ടാൻ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഖുർആനും ഹദീസും വിട്ട് മറ്റ് കിതാബുകളുടെ പുറകെ ഹിജ്റ 400 ശേഷമൊക്കെ ഉണ്ടായ 200 വർഷം ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചത് അതിന്റെ പിന്നാലെയൊക്കെ പോകുന്നവർക്ക് ഇതിനെല്ലാം തെളിവ് കാണും. നമ്മൾ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്നവർക്ക് അവര് വഴിപിഴച്ചു പോവില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത് എത്ര കൃത്യമാണ്. കാരണം നമ്മൾ വേറൊന്നിലേക്കും പോവില്ല, നമ്മൾ ശരിയായ റൂട്ടിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. ശരിയായ തൗഹീദ് കിട്ടാനുള്ള മാർഗം അതാണ്. അല്ലാത്ത എവിടേക്ക് നമ്മൾ തിരിഞ്ഞാലും ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ഇവിടെ ഈ നൗഷാദ് ആ ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമസ്തകളെ പൊളിക്കുക എന്നുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാര്യം ഞാൻ പറയുന്നത് നൗഷാദി കുരുവട്ടൂർ ഷെയ്ഖൊന്നും അല്ല, ഇതിലൊന്നും പെട്ടുപോകാതെ, തരീഖത്തിൽ പെട്ടുപോകാതെ ഈ ആശയം പറയുകയായിരുന്നെങ്കിലുണ്ടല്ലോ ഈ സമൂഹം കൂടുതലായിട്ട് അംഗീകരിച്ചേൻ. ഇന്ന് നൗഷാദിന്റെ ഭാഗത്ത് പറയുന്നത് ഇല്ല. അപ്പൊ എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവന് ഈ വഹാബി പട്ടം ചാർത്തി കൊടുക്കും. വഹാബിപ്പട്ടം ചേർത്ത് അത് എങ്കിലും എന്ത് ചെയ്തേനെ, ഈ സംസ്ഥയുടെ ആശയം നൗഷാദാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കേൾക്കുമ്പോ അറിയാലോ. നീ പേരോട് പറയുന്നതൊക്കെ പേരോട് മുജാഹിദ് മുമ്പ് മുജാഹിദ് പറഞ്ഞിരുന്നതാണ് ഇപ്പൊ പേരോട് പറയുന്നത്. അതെ, അതേപോലെ അവരിപ്പെടും. അതുകൊണ്ടല്ലേ പേരോടിനെ നമ്മുടെ പകര ഹസനി തെണ്ടി എന്നും തനിച്ച് വഹാബിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു.
അപ്പം ആരാണ് പഴയ സമസ്ത എന്ന് പറയുന്നത്? നൗഷാദാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം എല്ലാ ഖുറാഫാത്തിന്റെയും പുറകെ എല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പഴയ സമസ്തയാണ്. ഇന്നത്തെ കാണുന്നത് പുതിയ സമസ്തയാണ്. അപ്പം ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞു വന്ന ആ ഒരു വിഷയം ഉണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാരെ അന്ധമായിട്ട് ഇവര് തലയെ കയറ്റി വെക്കുന്ന, അത് സംബന്ധമായിട്ട് നമ്മള് ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പൗരോഹിത്യം ഇവിടെ പ്രത്യേകം ഒരു വിശ്വാസ പ്രമാണമൊക്കെ ആയിട്ട് ആണ് ഉദയം ചെയ്തിട്ടുള്ളത്. ഇപ്പോ പ്രവാചകന്റെ കാലത്ത്, പ്രവാചകന് ശേഷമുള്ള ഉലഫാഉൽ അർബഅ ആണെങ്കിലും അതുപോലെയുള്ള സ്വഹാബത്ത്, അന്ന് ഖിലാഫത്ത് ഏറ്റെടുത്തിരുന്ന ഖലീഫമാരായിരുന്ന ആളുകളൊക്കെ അവര് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ എന്തോ ഒരു കച്ചവടക്കാരനായിരുന്നു. അതുപോലെ അലി റളിയല്ലാഹു അൻഹു പുല്ല് വെട്ടിക്കൊടുത്ത് ജോലി ചെയ്ത് അവര് ജീവിച്ചിരുന്നു. അതെ. എന്നാൽ ഇവിടെ ഈ സമൂഹം ഇവരെ ഒരു പൗരോഹിത്യവൽക്കരിച്ചുകൊണ്ട് വലിയ എന്തോ ഒരു സംഭവമാക്കി അവർക്കൊരു പ്രത്യേക വേഷവിധാനങ്ങൾ, യൂണിഫോം ഒക്കെ ഇട്ട് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇസ്ലാമിക വിരുദ്ധമാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും കുറെയൊക്കെ ആളുകൾക്ക് ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ ഇവരുടെ പേര് തന്നെ നമ്മളിപ്പോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, റളിയല്ലാഹു അൻഹു. പക്ഷെ ഇവരുടെ പേര് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ, ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ, റഈസുൽ മുഹഖിഖീൻ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പേരിട്ട് ഇവരുടെ പേരിന് 4 മുഴം നീളോ. സാധാരണ ഉള്ള പേര് അവർക്ക് പറഞ്ഞാലേ അവരത്ര വലുതാണെന്ന് സമൂഹത്തിന് എന്ത് ചെയ്യില്ല, തോന്നത്തില്ല. അതിന് ഇവര് തന്നെ എന്ത് ചെയ്യുക, ഓരോരോ പേര് ഓരോരോ കാലത്തേക്കിനെ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പേരിലാ പറയുന്നത്. ഒരു ദിവസം ഒരു ഷെയ്ഖുന ഒരു സ്ഥലത്ത് വരുന്നു, ഞാൻ പാനൂര് നിൽക്കുമ്പോഴാ. അവിടെ മഹാനായ ഷെയ്ഖുനായി രാജവീതിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു. അനൗൺസ്മെന്റ് വാഹനം പോവുക. എന്നിട്ട് പുറകെ വരുമ്പം ഈ ഷെയ്ഖുനാടെ അനുയായികൾ എന്ത് ചെയ്യുക, യാ ഷെയ്ഖ് കാന്തപുരം എന്നും പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുക, വിളിക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, രാജവീതിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരുന്നു. നമ്മള് ഭൂമിയിലൂടെ എങ്ങനെ നടക്കണമെന്ന് 4 സ്ഥലത്താ ഖുർആൻ എന്ത് ചെയ്തിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരെ എല്ലാം കൊണ്ടും എന്ത് ചെയ്യുക, ഈ സമൂഹത്തിൽ ഇവരുടെ സ്ഥാനം അങ്ങോട്ട് ഉയർത്തി കാണിക്കും. നേരെ മറിച്ച് നമ്മുടെ സലഫി പണ്ഡിതന്മാര്, അബ്ദുള്ള കോയ മദനി, ഹനീഫ് കായക്കൊടി എന്ന് നമുക്കൊക്കെ അവർക്കൊരു പേരിടാൻ അറിയാഞ്ഞിട്ടാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേരിട്ട് ഇതേപോലെ ഇവര് വിളിക്കുന്നത് പോലെ ഓരോരോ സ്ഥാനപ്പേരുകളെന്നോ എന്തെങ്കിലും പേരുകളൊക്കെ നൽകി അവരെ എന്ത് ചെയ്യാം, മഹത്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോഴും അവരൊക്കെ അറിയപ്പെടുന്നത് എന്താ, ഒന്നെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ അവരുടെ ബിരുദം. ഇതല്ലാതെ അവരുടെ പേരിനൊപ്പം വേറൊന്നുമില്ല. പക്ഷെ ഇവന്മാരുടെ പേര് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ എന്ന് വേണ്ട നോക്കിയ ഇതെല്ലാം സമൂഹത്തിന് ഇതൊന്നും അവർ ചിന്തിക്കത്തില്ല. ഈ പേരൊക്കെ ഇങ്ങനെ ഇട്ട് വിളിക്കുമ്പോഴേ എന്റെ സാധാരണ മനുഷ്യനൊന്നും അല്ല ഇയാള്. ഇപ്പൊ ഖലീൽ ബുഖാരി അവരുടെയൊക്കെ പേരാ പഴയ പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അല്ല. അപ്പൊ ഈ വെട്ടിപ്പിനും തട്ടിപ്പിനും വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോരോ പേരിൽ പല മാറ്റം വരുത്തിയാണ് ഇവന്മാര് രംഗത്ത് വരുന്നത്. ഞാനിപ്പോ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.